നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 11-ാം പേജിലുള്ള ഒരു ചെറിയ വാർത്തയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് വായിക്കാം. AI വഴി ശബ്ദാനുകരണം അവകാശങ്ങളുടെ ലംഘനമെന്ന് കോടതി. മുംബൈ. പ്രശസ്ത വ്യക്തികളുടെ സമ്മതമില്ലാതെ അവരുടെ ശബ്ദമോ ചിത്രമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വ്യക്തിത്വ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ബോംബെ ഹൈക്കോടതി. പ്രശസ്ത വ്യക്തികളാണ് കൂടുതലും AI സോഫ്റ്റ്വെയറുകളുടെ ദുരുപയോഗത്തിന് ഇരയാക്കപ്പെടുന്നതെന്നും ബോംബെ ഹൈക്കോടതി നിരീക്ഷിച്ചു. ബോളിവുഡ് സംഗീത സംവിധായകനും ഗായകനുമായ അർജിത് സിംഗ് നൽകിയ ഹർജിയിലാണ് ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇടക്കാല ഉത്തരവിൽ അർജിത് സിംഗിന്റെ വ്യക്തിത്വ അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് 8 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ തടഞ്ഞു. അത്തരം ഉള്ളടക്കങ്ങളും ശബ്ദ പരിവർത്തന ഉപകരണങ്ങളും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഈ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമുകൾ തന്റെ ശബ്ദം, പെരുമാറ്റ രീതികൾ എന്നിവ അനുകരിച്ച് കൃത്രിമ ശബ്ദ റെക്കോർഡിങ്ങുകൾ നിർമ്മിക്കുന്നെന്നാരോപിച്ചാണ് അർജിത് കോടതിയെ സമീപിച്ചത്. ഇതൊരു ചെറിയ വാർത്തയാണെങ്കിലും നമ്മുടെ പത്രങ്ങൾക്ക് ഇത് 11-ാം പേജിൽ മാത്രം ഉൾക്കൊള്ളിക്കേണ്ട ഒരു വാർത്തയാണെങ്കിലും ഇതിന് പ്രാധാന്യമുണ്ട്, എസ്പെഷ്യലി ഭാവിയിലേക്ക് നോക്കുമ്പോൾ. നിങ്ങൾ എൻ്റെ വീഡിയോ നമ്പർ 92 കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഹ്യൂമാനിറ്റി ഓഫ് ദ ഫ്യൂച്ചർ അവർ USP എന്ന് പറയുന്നൊരു കണ്ടന്റിലാണ്. ഒന്ന് കണ്ടു നോക്കുക, നന്നായിരിക്കും. ഇവിടെ ഈ വിധി തീർച്ചയായിട്ടും ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും ഒരു നല്ല ഡയറക്ഷനിലുള്ള ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു മഹാരാഷ്ട്രയിലെ മുംബൈ എന്നുള്ള ഒരു സ്ഥലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് മാത്രമാണ്, ഇടക്കാല ഉത്തരവാണ്. സോ അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഞാൻ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൈ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുന്നില്ല. എങ്കിലും സ്ട്രെങ്ത് എത്ര കുറവാണെങ്കിലും ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ടു പ്രൊട്ടക്ട് ഹ്യൂമാനിറ്റി, ടു വാല്യൂ ഇറ്റ്, ടു പ്രിസർവ് ഇറ്റ്, ടു കീപ്പ് ഇറ്റ് സേഫ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യണം. AIയും കൃത്രിമ ബുദ്ധിയും ഡീപ്പ് ഫേക്ക് പോലുള്ള സംവിധാനങ്ങളും പിന്നെ നമ്മുടെ യുവാൽ നോവ ഹരാരിയുടെ ഭാഷയിൽ പറഞ്ഞ ഇൻഫോടെക് ബയോടെക്കിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന വലിയ ത്രെട്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്, എങ്കിലും അതൊരു വലിയ ത്രെട്ട് തന്നെയാണ്. ആ ത്രെട്ടിനെ നേരിടാൻ മനുഷ്യനെ സംരക്ഷിക്കാൻ, മനുഷ്യത്വത്തെ സംരക്ഷിക്കാൻ, ഇതിലെ വാക്കുകൾ ഉപയോഗിച്ചാൽ വ്യക്തിത്വ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നടത്തുന്ന ഏതൊരു നീക്കത്തെയും പ്രതീക്ഷയോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒരു വലിയ വിപത്ത് നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. നമ്മുടെ മുഴുവൻ ചരിത്രത്തിലും സമാനമായ ഒന്നിനെ നമ്മൾ നേരിട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിപത്തിനെ മുന്നിൽ കാണുമ്പോൾ അതിനെ നേരിടാനുള്ള ഏതൊരു ചെറിയ ശ്രമവും പ്രത്യാശയുടെ ഒരു ചെറിയ കണമാണ്. അപ്പോൾ ആ ഒരു സെൻസിലാണ് ഞാൻ ഈ വാർത്ത എടുക്കുന്നത്. ഇതിൽ ഒരാളുടെ അനുവാദമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അയാളുടെ ശബ്ദമോ ചിത്രമോ കൃത്രിമമായി സൃഷ്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തിക്കും വ്യക്തിത്വ അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടി കോടതി ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പലതരത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ പലതരത്തിൽ, പല രീതികളിൽ, പല ലെവലുകളിൽ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിയമസംഹിതയിൽ അത് ഉണ്ടേനും. പക്ഷേ മനുഷ്യനും നിർമ്മിത ബുദ്ധിയുമായുള്ള എൻകൗണ്ടേഴ്സിൽ, നിർമ്മിത ബുദ്ധി കൂടി ഉൾപ്പെടുന്ന വ്യവഹാരങ്ങളിൽ മനുഷ്യന് അവൻ്റെ വ്യക്തിത്വ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. ഇറ്റ്സ് വർത്ത് പ്രിസർവിങ് എന്നുള്ള ഒരു ചിന്തയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇത്തരത്തിൽ ഇവിടെ പ്രശസ്ത വ്യക്തികളുടെ മാത്രം പോരെ, ഏതൊരു വ്യക്തിക്കും ഇതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. പ്രശസ്ത വ്യക്തികളാണ് കൂടുതൽ ഇതിനാൽ ബാധിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാവാം കോടതി അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് ഏതൊരു വ്യക്തിക്കുമുണ്ട്. അയാളുടെ പണമോ പദവിയോ വേറെ ഒന്നും ബാധകമല്ലാതെ മനുഷ്യനായ ഏതൊരാൾക്കും ഈ ഒരു അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്ക് പോലും ഉണ്ട്, പക്ഷേ മനുഷ്യരുടെ കാര്യത്തിലാണല്ലോ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ഇത് ലീഗലി എത്തിക്കലി റോങ് ആണ്, മാത്രമല്ല വളരെയധികം അപകടകരവുമാണ്. ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് വാട്സാപ്പിൽ പോലും വീഡിയോകളായിട്ടും ചിലരുടെ മോർഫിങ്ങുകളായിട്ടും ഡീപ് ഫേക്ക് ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മളതൊരു തമാശ പോലെ എടുക്കുകയും ഫോർവേഡ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു തമാശയല്ല, ഇറ്റ്സ് എ ത്രെറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു അപകടവും ത്രെറ്റും നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടേ തോന്നുകയുള്ളൂ. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണോ, ഇത് സമീപ ഭാവിയിൽ എങ്ങാനും വരുമോ, നമുക്ക് പ്രശ്നമുണ്ടാകുമോ, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഫോൾസ് സെൻസ് ഓഫ് റീഅഷുറൻസ് ഏതൊരു കാര്യത്തിലുമുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഈ വിധി കൂടുതൽ തലങ്ങളിലേക്ക് പടരുകയും കൂടുതൽ പേർക്ക് ആപ്ലിക്കബിൾ ആവുകയും കൂടുതൽ പേര് തങ്ങളുടെ വ്യക്തിത്വ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും AI ഉപയോഗിച്ചും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചും ഡീപ് ഫേക്ക് ഉപയോഗിച്ചും അനുകരണങ്ങൾ ഇല്ലാതാവുകയും അല്ലെങ്കിൽ കുറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയുക ഇതിനെ പ്രോത്സാഹിപ്പിക്കാതെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ ഇതിനെന്ത് സംഭവിക്കുമെന്നൊരു ചിന്ത സ്വാഭാവികമായും ഉണ്ടായേക്കാം. അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് തമാശയല്ല. മനുഷ്യൻ്റെ മനുഷ്യത്വത്തിലേക്ക്
പ്രൈവസിയിലേക്ക്, വ്യക്തിത്വ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ നിർബന്ധ ബുദ്ധിക്കോ അതിൻ്റെ ഉപയോഗിക്കുന്നവർക്കോ യാതൊരു അവകാശവുമില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ്സ് ടു ബി എൻജോയ്ഡ്, ഇറ്റ്സ് എ ത്രെറ്റ് ഏത് രൂപത്തിൽ വേഷം മാറി വന്നാലും നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇവിടെ നമുക്ക് നിസ്സഹകരണം എന്ന് പറയുന്ന നമ്മുടെ ഗാന്ധിജി പഠിപ്പിച്ചൊരു കാര്യം ചെറിയ അളവിലെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടന്റുകൾ ഫോർവേഡ് ചെയ്യുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ഓരോ ലൈക്കും ഷെയറും ഒരു പ്രോത്സാഹനമാണ്, ഒരു പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക. We may not be able to change the whole world, but we must not endorse something which is not ethically and legally right and which is very dangerous to our whole species. ഇത് ഒരു വിഭാഗത്തെയോ ഒരു രാജ്യത്തെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല, മനുഷ്യകുലത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ത്രെറ്റാണ്. ആൻഡ് ഇറ്റ് കംസ് ബ്യൂട്ടിഫുള്ളി കാമോഫ്ലേജ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ടെക്നോളജിയോട് നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഒരിക്കലും നമുക്ക് അവരോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ഉപകാരങ്ങൾ അവയെ കൊണ്ടുണ്ട്. സോ നമ്മളത് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അതേസമയം അത് ഡിസ്ക്രിപ്ഷനോട് യൂസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമല്ലോ മനുഷ്യന്. മനനശേഷിയുള്ള, വിദ്യാഭ്യാസമുള്ള, ചിന്താശേഷിയുള്ള, കാഴ്ചപ്പാടുള്ള മനുഷ്യരാവാൻ നമ്മൾ ശ്രമിക്കണം. അത്തരത്തിലുള്ള മനുഷ്യനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊരു കാര്യത്തിലായാലും, ഇപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തൊട്ട് എഐയുടെ ഉപയോഗം വരെ ഏത് കാര്യത്തിലാണെങ്കിലും നല്ല ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും അതേസമയം അപകടകരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാനും അവ രണ്ടും തമ്മിൽ തിരിച്ചറിയാനുമുള്ള ഒരു ഡിസ്ക്രിപ്ഷണറി എബിലിറ്റി നമുക്ക് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത്തരത്തിൽ ഇതൊരു നല്ല കാര്യമാണ്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് തോന്നി. ഇത് 11-ാം പേജിൽ വെറുതെ മുങ്ങിക്കിടക്കേണ്ട ഒരു കൊച്ചു വാർത്തയല്ല. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹോൾ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. പിന്നെ മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു തർക്കം. ഇപ്പോൾ നമ്മുടെ ഇളയരാജയുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ഉപയോഗിക്കുന്നതിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് ഫിലിമൊക്കെ വന്നപ്പോൾ ആ ഇഷ്യൂസ് കേട്ടല്ലോ. അവിടെ മനുഷ്യർ തമ്മിലാണ് തർക്കം, ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് വർക്ക്. അവയുടെ കേസിൽ ആ തർക്കവും ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ കഴിയില്ല. ദാറ്റ്സ് ഡിഫറെൻറ്റ്, ദിസ് ഈസ് ഡിഫറെൻറ്റ്. ആ കേസിൽ നമുക്ക് ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ, ഒരു ആർട്ട് വർക്ക് എന്നുള്ളത് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണോ, ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആണോ തുടങ്ങിയ വേറെ രീതിയിലുള്ള ഒരു ചർച്ചയാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്കാണ് കടന്നു കയറുന്നത്. അവിടെ അതൊരു ഗ്രേ സോൺ അല്ല. ദാറ്റ് ജസ്റ്റ് ഷുഡിൻറ്റ് ബി അലൗഡ്. ഇറ്റ്സ് ക്ലിയർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പിന്നെ എന്തിനാണ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, AI നമുക്ക് പല മേഖലകളിലും ഉപകാരം തരുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ തന്നെ പല ഉപകാരങ്ങളുമുണ്ട്. റോബോട്ടിക് സർജറി പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. AI ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും. പക്ഷേ എന്തിനാണ് കലാമേഖലയിൽ AI വരുന്നത്? സംഗീതം, ആർട്ട് തുടങ്ങിയ മേഖലകളിൽ AI കടന്നു വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മനുഷ്യൻ്റെ സർഗാത്മകതയെ പ്രൊമോട്ട് ചെയ്യാനുള്ള, മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഏറ്റവും വിശേഷമായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആ മാർഗത്തിൽ എഫിഷ്യൻസിയുടെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ എന്തിനാണ് മനുഷ്യനല്ലാത്തൊരു കാര്യത്തെ കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല. അതിനെ റിജക്റ്റ് ചെയ്യാൻ മനുഷ്യകുലം മൊത്തത്തോടെ തയ്യാറാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മനുഷ്യകുലത്തെക്കുറിച്ച് മുഴുവനൊന്നും പറയാൻ ഞാനാണല്ല, എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യാൻ തയ്യാറാവുക. കലാമേഖലയിൽ AIയുടെ ആവശ്യമില്ല. ഇനി 1-2 കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് പറയുന്നു. ഈ വർഷം ജനുവരിയിലുണ്ടായ ഒരു റൈ കുഡാൻ, ഇങ്ങനെയാണോ വായിക്കാമെന്ന് എനിക്കറിയാവുന്ന ജാപ്പനീസ് പേരാണ്. അദ്ദേഹത്തിൻ്റെ ദ ടോക്കിയോ ടവർ ഓഫ് സിമ്പതി എന്നുള്ള നോവലിന് ഒരു ജാപ്പനീസ് കുറ്റാഗ്വ അവാർഡ് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നോവലിന് 5% AI വെച്ചാണ് എഴുതിയതെന്നാണ്. ഈ ഒരു പ്രവണത തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ ഈ പ്രവണതയെ നമ്മൾ തുടക്കത്തിലേ ചെറുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് കമ്മിങ് വേവ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, മുസ്തഫ സുലൈമാൻ്റെ AI പവർ ആൻഡ് ദി 21st സെഞ്ച്വറി ഗ്രേറ്റസ്റ്റ് ഡയലമ എന്നുള്ളതാണ്. ഞാൻ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂ തീർച്ചയായിട്ടും ഇടും. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള വേറെ 1-2 പുസ്തകങ്ങളെക്കുറിച്ചുകൂടി ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. യുവാൽ നോവൽ ഹരാരിയുടെ സാപ്പിയൻസ് എഴുതിയ ദ ഗ്രേറ്റ് ഓതർ, അദ്ദേഹത്തിൻ്റെ ഹോമോ ഡ്യൂസ് എന്നുള്ള ബുക്കും 21 ലെസൺസ് ഫോർ 21st സെഞ്ച്വറി എന്നുള്ള പുസ്തകവും തീർച്ചയായിട്ടും വായനയിൽ താല്പര്യമുള്ളവരും ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഹോമോ ഡ്യൂസിൽ 3 സെക്ഷൻസ് ആണ്. അതിൽ 3rd സെക്ഷൻ ഹോമോ സാപ്പിയൻസ് ലൂസസ് കൺട്രോൾ എന്നുള്ളത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് AI ആൻഡ് ദി മെർജിങ് ഓഫ് ഇൻഫോടെക് ആൻഡ് ബയോടെക് എന്നുള്ളതാണ് ആ വിഷയം. തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. ദ അൺഎംപ്ലോയബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേർ ആർ വി ഹെഡിങ് ആസ് ഹ്യൂമൻസ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും അത് ചോദിക്കുന്നുണ്ട്. 21 ലെസൺസ് ഫോർ 21st സെഞ്ച്വറിയിൽ 21 സെക്ഷൻസായിട്ട് 21 അധ്യായങ്ങളായിട്ട് മനുഷ്യരാശി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ലൊരു ബുക്കാണ്, തീർച്ചയായിട്ടും വായിക്കുക. ഈ 2 പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. കമ്മിങ് വേവ് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിധിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ റോൾ അതിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ ആർട്ടിൽ AI വേണ്ട എന്നുള്ളതും, പിന്നെ ഈ ചെറിയ ബുക്കുകളുടെയും ഓതേഴ്സിൻ്റെയും കുറച്ച് കാര്യങ്ങൾ.
ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും ചിന്തിക്കുക. ഇറ്റ്സ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മളെ മാത്രമല്ല, നമ്മുടെ വരും തലമുറയെ, നമ്മുടെ മക്കളെയും എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. മനുഷ്യകുലത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. സേ എ ബിഗ് നോ ടു AI ഇൻഫ്രിഞ്ചിങ് ഇൻ ടു ഹ്യൂമൻ എന്താ പറയുക, ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ആർട്ട് ഫീൽഡ്. ആർട്ട് ഈസ് നോട്ട് എ ഫീൽഡ് ഫോർ ദ AI എന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് വരാം. തിങ്ക് അബൌട്ട് ഇറ്റ്. താങ്ക് യു.